ഓം ശാന്തി. 22/12/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ആരാണോ എങ്ങനെയാണോ ആ ഒന്നിനെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കൂ. ഇതിനു വേണ്ടി തൻ്റെ ബുദ്ധിയെ വിശാലമാക്കൂ. ചോദ്യം: ബാബയെ ദരിദ്രരുടെ നാഥൻ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കാരണം ഈ സമയത്ത് എപ്പോഴാണോ മുഴുവൻ ലോകവും ദരിദ്രം, അതായത് ദുഃഖിയായി മാറിയിരിക്കുന്നത്, അപ്പോൾ ബാബ വന്നിരിക്കുന്നു സർവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ. ബാക്കി ആരില്ലെങ്കിലും ദയ തോന്നി വസ്ത്രം നൽകുക, പൈസ നൽകുക, അത് ഏതെങ്കിലും അതിശയത്തിൻ്റെ കാര്യങ്ങളല്ല. ഇതിലൂടെ അവർ ധനികരായി മാറുന്നതൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും കാട്ടുജാതിക്കാർക്ക് പൈസ നൽകി ദരിദ്രരുടെ നാഥൻ എന്ന് വിളിക്കപ്പെടുകയൊന്നുമല്ല ചെയ്യുന്നത്. ഞാനാകട്ടെ ദരിദ്രർക്ക്, അതായത് പതിതർക്ക്, ആരിലാണോ ജ്ഞാനമില്ലാത്തത് അവരെ ജ്ഞാനം നൽകി പാവനമാക്കി മാറ്റുന്നു. ഗീതം: ഇത് ലോകത്തെ മറക്കുവാനുള്ള വസന്തകാലമാണ്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടു. കുട്ടികൾക്കറിയാം, ഗീതം ലോകത്തിലുള്ള മനുഷ്യരാണ് പാടിയിരിക്കുന്നത്. വാക്കുകൾ വളരെ നല്ലതാണ്. ഈ പഴയ ലോകത്തെ മറക്കണം. മുൻപ് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. പുതിയ ലോകത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും പഴയ ലോകത്തെ മറക്കേണ്ടി വരുമെന്ന് കലിയുഗി മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. പഴയ ലോകത്തെ ഉപേക്ഷിക്കണം എന്നത് മാത്രം മനസ്സിലാക്കുന്നു. എങ്കിലും അവർ മനസ്സിലാക്കുന്നത് വളരെയധികം സമയം ബാക്കിയുണ്ട് എന്നാണ്. പുതിയത് പഴയതാകും എന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ സമയം ദീർഘിപ്പിച്ചപ്പോൾ മറന്നുപോയി. നിങ്ങൾക്കിപ്പോൾ സ്മൃതി വരുത്തുകയാണ്. ഇപ്പോൾ പുതിയ ലോകം സ്ഥാപിതമാകുന്നു. അതിനാൽ പഴയ ലോകത്തെ മറക്കണം. മറക്കുന്നതിലൂടെ എന്തുണ്ടാകും? നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകും. എന്നാൽ അജ്ഞാനകാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അർത്ഥത്തിന്മേൽ ആരുടെയും ശ്രദ്ധ പോകുന്നില്ല. എപ്രകാരം ബാബ മനസ്സിലാക്കിച്ചു തരുന്നോ അതേപോലെ മനസ്സിലാക്കിച്ചു തരുന്ന ആരും തന്നെയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ബാബ വളരെ സാധാരണമാണ് എന്ന് മനസ്സിലാക്കുന്നു. അനന്യരും നല്ല നല്ല കുട്ടികളായവർ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. ഇദ്ദേഹത്തിൽ ശിവബാബ വരുന്നു എന്നത് മറന്നു പോകുന്നു. ഏതെങ്കിലും ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഇത് ശിവബാബയുടെ ഡയറക്ഷനാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ശിവബാബയെ മുഴുവൻ ദിവസവും മറന്നു പോയതുപോലെയാണ്. പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കാരണം ആ കാര്യം ചെയ്യുന്നില്ല. മായ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. സ്ഥായിയായി ആ ഓർമ്മ നിലനിൽക്കുന്നില്ല. പ്രയത്നിച്ച് അവസാനം ആ അവസ്ഥ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഈ സമയം കർമാതീത അവസ്ഥ നേടിയെടുക്കുന്ന ആരും തന്നെയില്ല. ബാബ ആരാണോ എങ്ങനെയാണോ ആ ഒന്നിനെ അറിയുന്നതിന് വലിയ ബുദ്ധി ആവശ്യമാണ്. നിങ്ങൾ ചോദിക്കും, ബാബ്ദാദ കമ്പിളി അണിയുന്നുണ്ടോ? പറയും, രണ്ടുപേരും അണിഞ്ഞിരിക്കുന്നു. ശിവബാബ പറയും, ഞാൻ കമ്പിളി അണിയുകയില്ല, എനിക്ക് തണുപ്പ് ഏൽക്കുന്നില്ല. പിന്നെ ആരിൽ പ്രവേശിച്ചിരിക്കുന്നോ ആ ഒന്നിന് തണുപ്പേൽക്കും. എനിക്കാകട്ടെ വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഞാനാകട്ടെ നിർലേപമാണ്. സേവനം ചെയ്യുമ്പോഴും ഇവ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേറിട്ടതാണ്. ഞാൻ കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. ഇതുപോലെ ഒരു സന്യാസി പറയുമായിരുന്നു, ഞാൻ കഴിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല എന്ന്.
അതുപോലെ അവർ പിന്നെ ആർട്ടിഫിഷ്യൽ വേഷം ധാരണ ചെയ്തിരിക്കുന്നു. ദേവതമാരുടെ നാമവും വളരെ പേർ വെച്ചിട്ടുണ്ട്. മറ്റൊരു ധർമ്മത്തിലും ദേവീദേവന്മാരാകുന്നില്ല. ഇവിടെ എത്ര ക്ഷേത്രങ്ങളുണ്ട്! പുറത്താണെങ്കിൽ ഒരു ശിവ് ബാബയെ തന്നെയാണ് അംഗീകരിക്കുന്നത്. ബുദ്ധിയും പറയുന്നു ഫാദർ ഒന്നാണ്. ഫാദറിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. കൽപ്പത്തിന്റെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നത്. നമ്മൾ സുഖധാമത്തിലേക്ക് പോകുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ വസിക്കുന്നു. നിങ്ങളിലും ഈ അറിവ് നമ്പർ വാറാണ്. അഥവാ ജ്ഞാനത്തിന്റെ വിചാരങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ വാക്കുകളിലും അത് വരും. നിങ്ങൾ രൂപ് ബസന്ത് ആയിക്കൊണ്ടിരിക്കുന്നു ബാബയിലൂടെ. നിങ്ങൾ രൂപമാണ്, ബസന്തുമാണ്. ലോകത്തിൽ ആർക്കും തന്നെ തങ്ങൾ രൂപ് ബസന്താണ് എന്ന് പറയുവാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം വരെയും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പഠിക്കും. ശിവ് ബാബ നമ്മൾ ആത്മാക്കളുടെ പിതാവാണല്ലോ. ഇതും ഹൃദയപൂർവം തോന്നുന്നുവല്ലോ. ഭക്തി മാർഗത്തിൽ ഹൃദയപൂർവം തോന്നുന്നില്ല. ഇവിടെ നിങ്ങൾ സന്മുഖത്തിരിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ട്. ബാബ പിന്നെ ഈ സമയത്ത് തന്നെ വരും. പിന്നെ മറ്റൊരു സമയത്തും ബാബയ്ക്ക് വരേണ്ട ആവശ്യം തന്നെയില്ല. സത്യയുഗം മുതൽ ത്രേത വരെ വരേണ്ടതില്ല. ദ്വാപരം മുതൽ കലിയുഗം വരെയും വരേണ്ടതില്ല. ആ ഒന്ന് വരുന്നത് തന്നെ കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ്. ബാബ ദരിദ്രരുടെ നാഥനാണ്. അതായത് ദുഃഖിയും ദരിദ്രവുമാകുന്ന മുഴുവൻ ലോകത്തിന്റെയും പിതാവാണ്. ഈ ഒന്നിന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ദരിദ്രരുടെ നാഥനാണ്. സർവരുടെയും ദുഃഖം അഥവാ ദാരിദ്ര്യം ഇല്ലാതാകട്ടെ. അതാകട്ടെ ജ്ഞാനത്തിലൂടെ അല്ലാതെ കുറയുക സാധ്യമല്ല. ബാക്കി വസ്ത്രമോ മറ്റോ നൽകുന്നതിലൂടെ ആരും ധനികരായി മാറുകയില്ലല്ലോ. പിന്നെ ദരിദ്രരെ കാണുമ്പോൾ ആഗ്രഹം തോന്നും ഇവർക്ക് വസ്ത്രം നൽകട്ടെ എന്ന്. കാരണം ഓർമ്മ വരുന്നുവല്ലോ, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ഇതിനോടൊപ്പം ഇതും മനസ്സിലാക്കുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനായിരിക്കുന്നത് ഈ കാട്ടുജാതിക്കാർക്ക് വേണ്ടി മാത്രമായല്ല. ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ആരാണോ പൂർണ്ണമായും പതീതമായിരിക്കുന്നത് അവരെ പാവനമാക്കുന്നു. ഞാൻ തന്നെയാണ് പതീത പാവനൻ. അപ്പോൾ വിചാരം നടക്കുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. എന്നാൽ പൈസയും മറ്റും എങ്ങനെ നൽകും? പൈസയും മറ്റും നൽകുന്നവർ ലോകത്തിൽ ധാരാളമുണ്ട്. വളരെയധികം ഫണ്ടുകൾ സ്വരൂപിക്കുന്നു. അത് പിന്നെ അനാഥരുടെ ആശ്രമത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. അറിയുന്നുണ്ട് അനാഥരായിരിക്കുന്നു, അതായത് അവർക്ക് നാഥനില്ല. അനാഥൻ എന്നാൽ ദരിദ്രം. നിങ്ങൾക്കും നാഥൻ ഉണ്ടായിരുന്നില്ല, അതായത് പിതാവ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദരിദ്രമായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ആരാണോ രൂപ് ബസന്ത് അല്ലാത്തത് അവർ ദരിദ്രവും അനാഥവുമാണ്. ആരാണോ രൂപ് ബസന്ത് അവരെ സനാഥൻ എന്ന് പറയുന്നു. സനാഥൻ എന്ന സമ്പന്നനെയും അനാഥൻ എന്ന് ദരിദ്രനെയും പറയുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് എല്ലാവരും ദരിദ്രമാണ്, ഒരൽപ്പം അവർക്ക് നൽകട്ടെ. ബാബ ദരിദ്രരുടെ നാഥനാണ്. അപ്പോൾ പറയും, സദാകാലത്തേക്ക് ധനികരായി മാറുന്ന രീതിയിലുള്ള വസ്തുക്കൾ കൊടുക്കട്ടെ എന്ന്. ബാക്കി ഈ വസ്ത്രവും മറ്റും നൽകുന്നത് സാധാരണ കാര്യമാണ്. അതിൽ ഞാൻ എന്തിനു ഉൾപ്പെടണം? ഞാനാകട്ടെ അവരെ അനാഥത്വത്തിൽ നിന്നും സനാഥനാക്കി മാറ്റട്ടെ. ആര് എത്ര തന്നെ പദം പതിയായിരുന്നാലും അതെല്ലാം അല്പകാലത്തേക്ക് വേണ്ടിയാണ്. ഇത് അനാഥരുടെ ലോകം തന്നെയാണ്. പൈസ ഉള്ളവരുണ്ട്, അതും അല്പകാലത്തേക്കാണ്. അവിടെയാണെങ്കിൽ സദാ സന്നാദ്ധമാണ്.
അവിടെ ഇങ്ങനെ കർമ്മത്തെ പഴിക്കേണ്ടി വരുന്നില്ല. ഇവിടെ എത്ര ദരിദ്രമാണ്! ആർക്കാണോ ധനമുള്ളത് അവർക്കാണെങ്കിൽ തൻ്റെ ലഹരി കയറിയിരിക്കുന്നു നമ്മൾ സ്വർഗത്തിലാണ് എന്ന്. എന്നാൽ അല്ല, ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ സമയം ഒരു മനുഷ്യനും സനാഥമല്ല, എല്ലാവരും അനാഥമാണ്. ഈ ധനവും മറ്റുമെല്ലാം മണ്ണിനോട് ചേരാൻ പോകുന്നതാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു നമ്മുടെ അടുക്കൽ ഇത്രയും ധനമുണ്ട്, അത് പുത്രപൗത്രന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കും, പരമ്പരയായി തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ തുടരാൻ പോകുന്നില്ല. ഇതാണെങ്കിൽ എല്ലാം വിനാശമാകും. അതിനാൽ നിങ്ങൾക്ക് ഈ മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യമുണ്ട്. നിങ്ങൾക്കറിയാം, പുതിയ ലോകത്തെ സ്വർഗമെന്നും പഴയ ലോകത്തെ നരകമെന്നും പറയുന്നു. നമ്മളെ ബാബ പുതിയ ലോകത്തേക്ക് വേണ്ടി ധനികരാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. ബാബ എത്ര ധനികരാക്കി മാറ്റുന്നു! ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് ധനികരായത്? ഏതെങ്കിലും ധനികനിൽ നിന്നും സമ്പത്ത് ലഭിച്ചോ? അതോ യുദ്ധം ചെയ്തോ? എങ്ങനെയാണോ മറ്റുള്ളവർ രാജസിംഹാസനം നേടുന്നത്, അതുപോലെയാണോ രാജസിംഹാസനം നേടിയത്? അതോ കർമ്മങ്ങൾ അനുസരിച്ചാണോ ഈ ധനം ലഭിച്ചത്? ബാബ കർമ്മം പഠിപ്പിക്കുന്നത് തികച്ചും വേറിട്ടതാണ്. കർമ്മം, അകർമ്മം, വികർമ്മം എന്ന വാക്കും ക്ലിയർ ആണല്ലോ. ശാസ്ത്രങ്ങളിൽ ചില വാക്കുകളുണ്ട്. മാവിൽ ഉപ്പ് പോലെ അത്രയുമാണ് അവശേഷിക്കുന്നത്. ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുടെ ബാക്കി 9 ലക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. 1/4%, അതായത് 1/4% പോലും ആയില്ല. അപ്പോൾ ഇതിനെയാണ് മാവിൽ ഉപ്പ് എന്ന് പറയുന്നത്. ലോകം മുഴുവൻ വിനാശമാകുന്നു. വളരെ കുറച്ചുപേർ സംഗമയുഗത്തിലിരിക്കുന്നു. ചിലർ ആദ്യമേ തന്നെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. അവർ പിന്നെ റിസീവ് ചെയ്യും, അതായത് സ്വീകരിക്കും. മുകളിൽ എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ജന്മം തികച്ചും നല്ല വീട്ടിൽ തന്നെ എടുത്തിട്ടുണ്ടാകും. നമ്പർ വാറായി സുഖത്തിൽ തന്നെ ജന്മമെടുക്കുന്നു. സുഖം അവർക്ക് അനുഭവിക്കേണ്ടതുണ്ട്, അല്പം ദുഃഖവും അനുഭവിക്കേണ്ടതുണ്ട്. കർമാതീത അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. ജന്മം വളരെ സുഖമുള്ള വീട്ടിൽ പോയി എടുക്കും. ഇവിടെ സുഖമുള്ള വീടൊന്നുമില്ല എന്ന് മനസ്സിലാക്കരുത്. ഇങ്ങനെ നല്ലതായിരിക്കുന്ന വളരെയധികം കുടുംബങ്ങളുണ്ട്. കാര്യം ചോദിക്കുകയേ വേണ്ട. ബാബ കണ്ടിട്ടുണ്ട്. ഒരേ വീട്ടിലെ മരുമക്കൾ ശാന്തമായി ഒത്തുചേർന്ന് കഴിയുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്തി ചെയ്യുന്നു, ഗീത വായിക്കുന്നു. ബാബ ചോദിച്ചു, ഇത്രയും പേരെല്ലാം ഒരുമിച്ച് കഴിയുന്നു, വഴക്കോ മറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല. പറഞ്ഞു, നമ്മുടെ അടുക്കൽ സ്വർഗമാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിയുന്നത്. ഒരിക്കലും അടിയോ വഴക്കോ കൂടുന്നില്ല, ശാന്തിയിലിരിക്കുന്നു. പറയുന്നു, ഇവിടം സ്വർഗം പോലെയാണ്. അപ്പോൾ തീർച്ചയായും സ്വർഗം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അതിനാലാണല്ലോ ഇത് സ്വർഗം പോലെ തോന്നുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയാണെങ്കിൽ വളരെ പേരുടെ സ്വഭാവം സ്വർഗവാസി ആകുന്നതിൻ്റെത് കാണപ്പെടുന്നില്ല. ദാസദാസിമാരും തയ്യാറാകണമല്ലോ. ഇത് രാജധാനിയാണ് സ്ഥാപിതമാകുന്നത്. ബാക്കി ആരാണോ ബ്രാഹ്മണരാകുന്നത് അവർ ദേവതാ കുലത്തിൽ വരുന്നവരാണ്. എന്നാൽ നമ്പർ വാറാണ്. ചിലരാണെങ്കിൽ വളരെ മധുരമായിരിക്കുന്നു, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുകയില്ല. ദേഷ്യപ്പെടുന്നതിലൂടെ ദുഃഖമുണ്ടാകുന്നു. ആരാണോ മനസ്സ വാച കർമ്മണ ആർക്കെങ്കിലും ദുഃഖം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ ദുഃഖി ആത്മാ എന്ന് പറയുന്നു. ഏതുപോലെ പുണ്യാത്മാ പാപാത്മാ എന്ന് പറയുന്നില്ലേ, അതുപോലെ ശരീരത്തിന്റെ പേര് പറയുന്നുണ്ടോ? വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ് ആകുന്നത്. എല്ലാ പാപാത്മാക്കളും ഒരുപോലെ ആയിരിക്കുന്നില്ല.
എല്ലാ പുണ്യ ആത്മാക്കളും ഒരുപോലെ ആയിരിക്കുന്നില്ല. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചായിരിക്കും. സ്റ്റുഡൻറ് സ്വയം മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ നമ്മുടെ ക്യാരക്ടേഴ്സും അവസ്ഥയും എങ്ങനെയുള്ളതാണ്, നമ്മൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും മധുരമായിട്ടാണോ സംസാരിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ നമ്മൾ തലകീഴായ മറുപടി പറയുന്നില്ലല്ലോ. ബാബയോട് ചില കുട്ടികൾ പറയുന്നു, സന്താനങ്ങളോട് ദേഷ്യം വന്നു പോകുന്നു എന്ന്. ബാബ പറയുന്നു, എത്ര സാധിക്കുമോ സ്നേഹത്തോടെ കാര്യങ്ങൾ നടത്തൂ, നിർമോഹിയുമാകണം. ഇത് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ഈ ലക്ഷ്മി നാരായണനാകണം. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. എത്ര ഉയർന്ന എയിം ഓബ്ജക്റ്റ് ആണ്. പഠിപ്പിക്കുന്ന ആളും ഹയ്യസ്റ്റ് ആണല്ലോ. ശ്രീകൃഷ്ണന്റെ എത്ര മഹിമ പാടുന്നു. സർവഗുണ സമ്പന്നം, 16 കലാസമ്പന്നം. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം നമ്മൾ അത് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇതാകുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ സത്യമായ സത്യനാരായണന്റെ കഥ തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതാണ്. അമര കഥ അമരപുരിയിലേക്ക് പോകുന്നതിൻ്റെതാണ്. ഏതെങ്കിലും സന്യാസിമാരോ മറ്റോ ഈ കാര്യങ്ങൾ അറിയുന്നില്ല. ഒരു മനുഷ്യനെയും ജ്ഞാനത്തിന്റെ സാഗരമെന്നോ പതീത പാവൻ എന്നോ പറയുകയില്ല. മുഴുവൻ സൃഷ്ടി തന്നെ പതീതമായിരിക്കെ നമ്മൾ പതീത പാവനൻ എന്ന് ആരെ പറയുവാനാണ്? ഇവിടെ ഒരു പുണ്യ ആത്മാവ് പോലും ഉണ്ടാവുക സാധ്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ലോകം പതീതമാണ്. ശ്രീകൃഷ്ണൻ 1-ാം നമ്പറാണ്. കൃഷ്ണനെയും ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ജനന മരണ രഹിതൻ ഒരേ ഒരു നിരാകാരനായ ബാബയാണ്. ശിവ പരമാത്മായ നമ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ബ്രഹ്മ വിഷ്ണു ശങ്കരനെ ദേവത എന്ന് പറഞ്ഞ് പിന്നെ ശിവനെ പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ ശിവൻ എല്ലാത്തിനും ഉപരിയായല്ലോ. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. സമ്പത്തും പിതാവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുന്നില്ല. ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിന്റെ തന്നെ സമ്പത്ത് നൽകും. ഈ ലക്ഷ്മി നാരായണൻ നമ്പർ 1 ആണ്. പഠനത്തിലൂടെയാണ് ഇവർ പദവി നേടിയത്. ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്തുകൊണ്ട് പ്രശസ്തമാകില്ല? അതിലൂടെ മനുഷ്യൻ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. അതിനെ പറയുന്നത് സഹജയോഗം, സഹജജ്ഞാനം എന്നാണ്. വളരെ സഹജം തന്നെയാണ്. ഒരേ ഒരു ജന്മത്തിലെ പുരുഷാർത്ഥത്തിലൂടെ എത്ര പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. ഭക്തി മാർഗത്തിലാണെങ്കിൽ ജന്മങ്ങൾ തോറും കാൽ തട്ടി വീണുകൊണ്ടിരുന്നു, ഒന്നും തന്നെ ലഭിച്ചില്ല. ഇതാകട്ടെ ഒരേ ഒരു ജന്മത്തിലാണ് ലഭിക്കുന്നത്. അതിനാൽ സഹജം എന്ന് പറയുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നു. ഇക്കാലത്താണെങ്കിൽ നോക്കൂ, എങ്ങനെയുള്ള ഇൻവെൻഷനാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സയൻസിന്റെയും വണ്ടറാണ്. സൈലൻസിന്റെയും വണ്ടർ നോക്കൂ, എങ്ങനെയുള്ളതാണ്. അതെല്ലാം എത്ര കാണപ്പെടുന്നു. ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ശാന്തിയിലിരിക്കുന്നു, ജോലിയും മറ്റും ചെയ്യുന്നു. കൈകൾ ജോലി ചെയ്യട്ടെ. ആത്മാവിന്റെ ഹൃദയം ഓർമ്മയുടെ നേർക്ക്. പ്രിയതമയും പ്രിയതമനും എന്നും പാടപ്പെട്ടിട്ടുണ്ടല്ലോ. അവർ അന്യോന്യം മുഖത്തിന്റെ പ്രണയിതാക്കളാകുന്നു. വികാരത്തിന്റെ കാര്യമുണ്ടായിരിക്കുന്നില്ല. എവിടെയിരുന്നാലും ഓർമ്മ വരും. റൊട്ടി കഴിക്കുമ്പോഴും മുന്നിൽ ആ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കും. അന്തിമത്തിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകും. ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഇത്രമാത്രം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: റൂപ് ബസന്തായി. മുഖത്തിലൂടെ സദാ സുഖദായി വാക്ക് പറയണം.
ദുഃഖദായി ആകരുത്. ജ്ഞാനത്തിൻ്റെ വിചാരങ്ങളിലിരിക്കണം. മുഖത്തിലൂടെ ജ്ഞാനരത്നങ്ങൾ തന്നെ പുറപ്പെടുവിക്കണം. നിർമോഹിയാകണം. ഓരോരുത്തരിലൂടെ സ്നേഹത്തോടെ കാര്യങ്ങൾ നടത്തണം. ദേഷ്യപ്പെടരുത്. അനാഥരെ സനാഥരാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വരദാനം: തൻ്റെ ഫരിഷ്ത രൂപത്തിലൂടെ ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് വിശ്വത്തിലെ അനേകം ആത്മാക്കൾ പരിതസ്ഥിതികൾക്ക് വശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ വിലക്കയറ്റം കാരണം, ചിലർ വിശപ്പ് കാരണം, ചിലർ ശരീരത്തിൻ്റെ രോഗം കാരണം, ചിലർ മനസ്സിൻ്റെ അശാന്തി കാരണം. എല്ലാവരുടെയും ദൃഷ്ടി ടവർ ഓഫ് പീസിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിളികൾക്ക് ശേഷം ജയഘോഷം എപ്പോൾ ഉണ്ടാകും എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ തൻ്റെ സാകാരി ഫരിഷ്ത രൂപത്തിലൂടെ വിശ്വത്തിൻ്റെ ദുഃഖം അകറ്റൂ. മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യൂ. സ്ലോഗൻ: ഒരു പരിതസ്ഥിതിക്കും മനസ്സിനെ ചഞ്ചലതയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം മനസ്സിനെ ഇത്രയും ശക്തിശാലിയാക്കി മാറ്റൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഇപ്പോൾ സേവനത്തിൻ്റെ കർമ്മത്തിൻ്റെ പോലും ബന്ധനത്തിൽ വരരുത്. നമ്മുടെ സ്ഥാനം, നമ്മുടെ സേവ, നമ്മുടെ സ്റ്റുഡൻറ്, നമ്മുടെ സഹയോഗികളായ ആത്മാക്കൾ, ഇതും സേവനത്തിലെ കർമ്മത്തിൻ്റെ ബന്ധനമാണ്. ഈ കർമ്മബന്ധനത്തിൽ നിന്നും കർമാതീതം, അപ്പോൾ കർമാതീതം ആകണം. ഇത് തന്നെയാണ് സർവ്വതും എന്ന തിരിച്ചറിവ് നേടിക്കൊടുത്ത് ആത്മാക്കളെ ലക്ഷ്യസ്ഥാനത്തിന് സമീപം കൊണ്ടുവരണം. ഓം ശാന്തി. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുമായി മധുരമായ കൂടിക്കാഴ്ച ഞാൻ നടത്തുകയാണ്. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ
ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു.